എറണാകുളത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. എറണാകുളം ചോറ്റാനിക്കരയിൽ സഹോദരനെ പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി തമിഴ്നാട് സ്വദേശി മണികണ്ഠനാണ് പൊള്ളലേറ്റത്. സംഭവത്തിൽ സഹോദരൻ മാണിക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വിനയാരാജാണ്. വിനയ, എന്ത് പ്രകോപനമാണ് ഈ ഒരു കൊലയ്ക്ക് പിന്നിൽ? മദ്യപാനമാണോ അതോ സഹോദരങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കമാണോ? മദ്യലഹരിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. എറണാകുളം ചോറ്റാനിക്കരയിലാണ് സഹോദരന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തുള്ള ജ്യേഷ്ഠൻ സഹോദരൻ അനിയനെ കാണുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇരുവരും ബാറിൽ പോയി മദ്യപിക്കുന്നു. ആ മദ്യപിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങവെയാണ് വണ്ടിയിൽ പെട്രോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ പെട്രോൾ നിറക്കുന്നതിന് വേണ്ടി പോവുകയും മറ്റും ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു വാക്ക് തർക്കമുണ്ടാകുന്നു. സഹോദരങ്ങൾ തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നു. ഇരുവരും തമ്മിൽ മദ്യലഹരിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്ക് തർക്കം ഉണ്ടാകുന്നതാണ് പ്രകോപനത്തിന് കാരണമാകുന്നത്. ആ സമയം കൊണ്ടുവന്ന പെട്രോൾ സഹോദരന്റെ ദേഹത്തൊഴിക്കുകയാണ്, തീ കൊളുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 30% പൊള്ളലേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മണികണ്ഠനാണ് പൊള്ളലേറ്റത്. 30% പൊള്ളലേറ്റ മണികണ്ഠൻ നിലവിൽ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ സഹോദരനായിട്ടുള്ള മാണിക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങളടക്കം തന്നെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കേസാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അടക്കം നടക്കുകയാണ്. ഈ സഹോദരനെ മാണിക്കനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. അതിനുശേഷം എന്താണ് ഈ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിന് കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിവരുന്നത്. പൊള്ളലേറ്റ മണികണ്ഠൻ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി വിനയ, വ്യക്തമാണ്. എറണാകുളം ചോറ്റാനിക്കരയിൽ സഹോദരനെ പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി തമിഴ്നാട് സ്വദേശി മണികണ്ഠനാണ് പൊള്ളലേറ്റത്. മണികണ്ഠൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഏകദേശം 30% പൊള്ളലേറ്റിട്ടുണ്ട്. സംഭവത്തിൽ സഹോദരൻ മാണിക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏത് വകുപ്പുകൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊരു ആലോചനയിൽ കൂടിയാണ് പോലീസ്. ഇതിന് പിന്നിലുള്ള പ്രകോപനം എന്താണ്, നിലവിൽ എന്താണെന്ന് പോലീസിനും വ്യക്തമല്ല. വിവരങ്ങൾ പങ്കുവച്ചത് വിനയാരാജാണ്.